എഫ്ഐആറിന്റെ പകർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ എഫ്ഐആറിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സായികുമാറുണ്ട്. സായികുമാർ, ഇപ്പോൾ എഫ്ഐആർ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. വളരെ ഗുരുതരമായ പരാമർശങ്ങളുള്ള എഫ്ഐആർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്താണ് സ്മൃതി? ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐആറിലുള്ളത്. ക്രൂരമായ ലൈംഗിക വേട്ടയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടി ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ കുറ്റകൃത്യം ആവർത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും രാഹുൽ ശ്രമിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. റൂമിൽ, അതായത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന കൃത്യമായിട്ടുള്ള കാര്യം. അതോടൊപ്പം ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഏതൊക്കെ തരത്തിലുള്ള ചൂഷണം, പീഡനം നടന്നു എന്നൊക്കെ കൃത്യമായി ഈ എഫ്ഐആറിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. ബലാത്സംഗം ചെയ്തു, ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, പിന്നീട് ഭീഷണിപ്പെടുത്തിയും ഒക്കെയുള്ള ക്രൂരതകളുണ്ടായി, സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സ്മൃതി, ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ബലാത്സംഗം. സായി, ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുന്ന അടക്കം, മുഖത്ത് തുപ്പിയെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മുഖത്തടിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടോ ഈ എഫ്ഐആറിൽ? തീർച്ചയായും ക്രൂരമായി പീഡിപ്പിക്കുകയും ശാരീരികമായി വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നുണ്ട്. സ്മൃതി, ലൈംഗികമായി പീഡിപ്പിക്കുക മാത്രമല്ല, ക്രൂരമായ ശാരീരിക പീഡനം ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പീഡനം നടന്നത്. ബലാത്സംഗം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നീട് ഗർഭിണിയായപ്പോൾ ഭീഷണിപ്പെടുത്തി, ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി എന്ന കാര്യങ്ങൾ പറയുന്നു. പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, പുറത്തു പറയാതിരിക്കാൻ പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഈ കുറ്റകൃത്യങ്ങളെല്ലാം പ്രതി ചെയ്തു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പീഡനം, ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പീഡനങ്ങൾ അത്രയും നടന്നത്. ആ സമയത്ത് ക്രൂരമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന കാര്യം കൂടി ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത്. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ്, സ്വഭാവ വൈകൃതമുള്ള ആളാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജാമ്യം നൽകുകയാണെങ്കിൽ അത് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനടക്കം ബാധിക്കും എന്ന് പോലീസ് അറസ്റ്റ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. കാര്യങ്ങൾ, രാഹുൽ ചെയ്ത കുറ്റകൃത്യങ്ങൾ എണ്ണി നേരത്തെയുള്ള അറസ്റ്റ് റിപ്പോർട്ടിലും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലും വിശദമായി തന്നെ ഏത് തരത്തിലുള്ള പീഡനമാണ്, എത്രമേൽ ശാരീരിക പീഡനം ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് ഈ എഫ്ഐആറിൽ വളരെ വ്യക്തമാണ്. സ്മൃതി, സായി, ഇപ്പോൾ നേരത്തെയുള്ള കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സാമ്പത്തികമായുള്ള ചൂഷണം കൂടിയുണ്ട്. അതിന്റെ കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് അല്ലേ? തീർച്ചയായും. അതായത് പീഡനം ഏൽപ്പിക്കുന്നു, അതിനുശേഷം പല കാര്യങ്ങൾ പറഞ്ഞ് സാമ്പത്തികമായും യുവതിക്ക് ചൂഷണം ചെയ്തു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ അത്തരം വിവരങ്ങൾ പുറത്തു വന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പല വസ്തുക്കൾ വാങ്ങാനും ഫ്ളാറ്റുകൾ വാങ്ങാനടക്കം യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റി. യഥാർത്ഥത്തിൽ അതിൻ്റെ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ഈ യുവതി കൈമാറിയിട്ടുണ്ട്. അതുകൂടിയാണ് രാഹുലിന് ഈ കേസിൽ കുരുക്കായി മാറിയത്. അതുകൂടി ഇപ്പോൾ ഈ എഫ്ഐആറിന്റെ ഭാഗമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭീഷണിപ്പെടുത്തൽ, ശാരീരികമായി ഉപദ്രവമേൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനെ അതിഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ പ്രോസിക്യൂഷൻ പറയാനും പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന, നേരത്തെയും സമാനമായ പരാതികളിലും ഉണ്ടായിട്ടുള്ള അതേ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത, അത് ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ ഈ മൂന്നാം പരാതിയിൽ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ എഫ്ഐആർ വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കൂടി സമർപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് ജാമ്യം നൽകരുതാത്ത വിധത്തിലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയുള്ള, അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ബലാത്സംഗം എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഭാഗങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. രാഹുൽ നടത്തിയത് ക്രൂരമായ ലൈംഗിക വേട്ട എന്ന പ്രയോഗമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്.